Hey guys, welcome back. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാനൊരു ഹെവി പർച്ചേസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പർച്ചേസ് എന്തിനു വേണ്ടിയാണ്, എന്തൊക്കെയാണ് മേടിച്ചത്, ഇതൊക്കെ പറയാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ പർച്ചേസിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. അപ്പോൾ ഞങ്ങളുടെ ബൾക്ക് പർച്ചേസിനെല്ലാം ഞങ്ങൾ പോകുന്നത് എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ബേക്കേഴ്സിലാണ്. അവിടെയാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കിടക്കീഴിൽ ലഭ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇനി നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ എന്തിനാണ് മേടിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺ പറയാം. നമുക്കൊരു കാറ്ററിങ്ങിൻ്റെ ഓർഡർ വന്നിരിക്കുകയാണ്. 1000 പേരുടെ ഫംഗ്ഷനുള്ള ഡെസേർട്സ് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡറാണത്. ടോട്ടൽ 4 ടൈപ്പ് ഡെസേർട്സ് ആണ് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടത്. അതിനകത്ത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഉണ്ട്, മാംഗോ പുഡിംഗ് ഉണ്ട്, ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ട്, പിന്നെ അസോർട്ടഡ് പേസ്ട്രീസും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസും അത് കൊണ്ടുപോകാനുള്ള കണ്ടെയ്നറും കാര്യങ്ങളും ഒക്കെ മേടിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഈ പർച്ചേസ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് പർച്ചേസ് ആയിരുന്നു. ഒത്തിരി ടൈം എടുത്തു കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെടുത്ത് വരാനായിട്ട്. ഈവനിങ് ആയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് കിട്ടി. അപ്പോൾ വഴിയിലൊരു ചായയൊക്കെ കുടിച്ച് പതിയെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഫ്രിഡ്ജ് ഐറ്റംസ് കുറച്ചുണ്ടായത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇത്രയൊക്കെയാണ് നമ്മുടെ പർച്ചേസിനെ പറ്റി പറയാനുള്ളത്. ഇനി ഈ ഓർഡർ നമുക്ക് ഡയറക്റ്റ് വന്നിട്ടുള്ളതല്ല, ഒരു കാറ്ററിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വേറൊരു ട്വിസ്റ്റ് പറയാനുള്ളത്, കൊല്ലം ജില്ലയിലെ പുനലൂർ വെച്ചിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസും പുനലൂർ വരെ കൊണ്ടുപോകാനുള്ളതാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാനും പാക്ക് ചെയ്യാനും കൊടുത്തുവിടാനും. ബൾക്ക് ഓർഡറിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മാംഗോ പുഡിംഗ് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും അസോർട്ടഡ് പേസ്ട്രിയും ഒപ്പം ഈ മാംഗോ പുഡിങ്ങും ആണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്തതുമാണ് ഈ ഒരു മാംഗോ പുഡിങ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. 300 പേർക്കുള്ള മാംഗോ പുഡിംഗ് ആണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മളിത് സെർവ് ചെയ്യുന്നത് ഈ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സിലാണ്. ഇതിൻ്റെ ബേസിൽ കൊടുത്തിരിക്കുന്നത് കുക്കീസിൻ്റെ ക്രംസ് ആണ്. അതിന് മുകളിലായിട്ട് കസ്റ്റാർഡ് ഫില്ല് ചെയ്യാനും പിന്നെ ഗാർണിഷ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. 150 എണ്ണം ഈ ഗ്ലാസ്സിലും ബാക്കി വരുന്നത് അലുമിനിയം ഫോയിലിൻ്റെ കണ്ടെയ്നറിലും ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് ഈ അലുമിനിയം ഫോയിൽ ഫില്ല് ചെയ്യാനുള്ളതും കൂടെ ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ മിസംബ്ലേ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാംഗോ പുഡിംഗ് ചെയ്തിരിക്കുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ടെൻഡർ കോക്കനട്ടും ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലും കൊടുത്തിരിക്കുന്നത് കുക്കീസിൻ്റെ ക്രംസ് ആണ്. ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാനുണ്ട്. ഫ്രീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് ഫ്രീസ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു ഐറ്റം അല്ല. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്തെടുത്താൽ മതി, ഒന്ന് കൂളിംഗ് ആവാനും ഒന്ന് സെറ്റ് ആവാനും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്തെടുക്കാനാണ്. ടെൻഡർ കോക്കനട്ടിൻ്റെ ഫില്ലിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ നൈസായിട്ട് റെഫ്രിജറേറ്റ് ചെയ്യുക. ആൻഡ് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പുഡിങ്ങിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിനെ ഗാർണിഷ് ചെയ്യുക. ഗാർണിഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിനെ വീണ്ടും റെഫ്രിജറേറ്റ് ചെയ്യണം. അപ്പം നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ടെൻഡർ കോക്കനട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം ഇതിനെ തിരിച്ച് റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട്. ടെൻഡർ കോക്കനട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ചോക്കോ ചിപ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കഴിയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഭംഗിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ വർക്കും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ പ്രതിസന്ധി വരാൻ പോകുന്നത്. ഇത്രയും ഐറ്റംസ് ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു സംശയമായി, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ കറക്റ്റായിട്ട് സ്പേസ് മാനേജ് ചെയ്തത് കൊണ്ട് തന്നെ ഇതെല്ലാ ഐറ്റംസും നമ്മുടെ ഈ കുഞ്ഞു ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പേസ്ട്രീസും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. 4 ഫ്ലേവറിലുള്ള പേസ്ട്രീസ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. സ്ട്രോബെറി, മാംഗോ, ചോക്ലേറ്റ് ആൻഡ് വാനില. ഓരോ ഫ്ലേവറിലും ഒരു 80-90 പീസസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ പേസ്ട്രീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പേസ്ട്രീസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതോടുകൂടി ഡേ 1 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി എല്ലാ സാധനങ്ങളുടെയും ഡെലിവറിയാണ് നമുക്ക് മെയിൻ ടാസ്ക് ആയിട്ടുള്ളത്. ഡെലിവറിക്കായിട്ട് നമ്മൾ ഓരോ ഐറ്റംസും പ്രത്യേകം പാക്ക് ചെയ്ത് ലേബൽ ചെയ്തിട്ടൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് അതുപോലെ തന്നെ വെന്യൂലോട്ട് കൊണ്ടുപോകാനും സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ സിമ്പിളായിട്ട് എടുക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ പാക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പുഡിങ്, പേസ്ട്രീസ് പോലെ റെഫ്രിജറേഷനും ഫ്രീസിംഗ് ഒക്കെ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ വേണ്ടത് നിർബന്ധമാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് ഇതിനെല്ലാം നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ലൊക്കേഷനിലോട്ടൊരു 1 hour ട്രാവൽ വരുന്നുണ്ട്. അതുവരെ ഇത് നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും. അവിടെ നമുക്ക് ഫ്രീസർ അവൈലബിൾ ആണ്. നമുക്ക് വെന്യൂ വരെ പോകാനുള്ളത് കുറച്ച് ലോങ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ ഫ്രീസിങ് ടെമ്പറേച്ചറിലായിരിക്കും നമ്മളിതിനെ വെന്യൂലോട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് നമ്മൾ ഡെലിവറി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നാളെയാണ് ഡേ 2 എന്ന് പറയുന്നത്. നമ്മൾ പുനലൂരായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്ന് നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്.
അപ്പോൾ അതിനുള്ള ഐറ്റംസ് മേടിക്കാനായിട്ട് ആലപ്പുഴ ഒരു ഫ്രൂട്ട് സ്റ്റാളിലാണ് കയറിയത്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ പുനലൂരേക്ക് വിട്ടു. ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനും പാല് വാങ്ങാനും ഒക്കെ ആയിട്ട് വണ്ടി നിർത്തിയെങ്കിലും ഞങ്ങൾ ഓൺ ടൈമിൽ തന്നെ സ്ഥലത്തെത്തിയായിരുന്നു. പുനലൂർ ടൗണിൽ തന്നെയാണ് നമുക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ എത്തി കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ. അപ്പോൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ ഒരു വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാനുള്ളൊരു വീഡിയോ മാത്രമാണിത്. 300 പേർക്കുള്ള ഫ്രൂട്ട് കസ്റ്റാർഡാണ് നമുക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സ് തന്നെ ഒരു മേജർ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി ടൈം എടുത്തു. ബാക്കിയെല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു. ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് കുറച്ച് ടൈം എടുത്ത് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എന്തൊക്കെയായാലും കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങൾ ഈ ഒരു വർക്ക് 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മുറിച്ച് കഴിയുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ തന്നെ കസ്റ്റാർഡും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് പോമഗ്രാനൈറ്റും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഫൈനൽ സെറ്റിങ്ങിലേക്ക് പോകുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ലെയറിൽ നമ്മൾ കൊടുക്കുന്നത് സ്പഞ്ചിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പീസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നല്ല തിക്നെസ്സിൽ തന്നെ നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ലെയർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമ്മളൊന്ന് ഭംഗിയാക്കാനായിട്ട് കുറച്ച് പോമഗ്രാനൈറ്റും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ 2 ദിവസത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ഞങ്ങൾ ആ ഒരു ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. ഗാർണിഷും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഏകദേശം ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് പുറത്തെടുത്താൽ മതി. അപ്പോൾ അടിപൊളി ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇത്ര വലിയൊരു ഓർഡർ എടുക്കുന്നതും ഇത്ര ദൂരെ ചെന്നൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതും ഞങ്ങൾക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റേതായ അപാകതകൾ ഈ ഒരു വർക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് വീണ്ടും പുതിയ വർക്കുകൾ എടുക്കാനും കൂടുതൽ കാര്യക്ഷമതയോടുകൂടി അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും ഞങ്ങൾക്കാവുന്നത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കൂടി കേട്ട് കഴിയുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമൻറ്റുകളായിട്ട് പറയുക. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമായിരിക്കും. ആൻഡ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ചിന്ന വണക്കം. ഓക്കെ, ബൈ.